ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാട്ടോ. ഒന്നിപ്പോൾ ഇതാ ഉച്ചയ്ക്കുള്ള കറി വയ്ക്കുകയാണ്. നമ്മൾ മുരിങ്ങക്കായ കറിയാട്ടോ വയ്ക്കുന്നത്, തേങ്ങ അരച്ചിട്ട്. അപ്പോൾ പരിപ്പൊക്കെ ഇട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വീണ്ടും ലോങ് വീഡിയോസും ഷോർട്സൊക്കെ ഇടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുളിയൊക്കെ പറഞ്ഞു കേട്ടോ. അതിൽ പുളിയൊക്കെ പറഞ്ഞ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ബീട്രൂട്ട് ഉപ്പേരി കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതവിടെ ഇന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ബീട്രൂട്ട് കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നല്ല കുഞ്ഞിങ്ങനായിട്ടോ അരിഞ്ഞിക്കിന്. പിന്നെ നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണയിൽ നന്നായി വറുത്തിട്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഇട്ടാൽ കേട്ടോ. അതും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മളെ ബീട്രൂട്ട് ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും നുള്ളും മുളക് പൊടി ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരിത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാട്ടോ വേവിച്ചത്. അപ്പോൾ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം നമുക്ക് വീണ്ടും നമ്മളുടെ കറിയിലേക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർക്കാം. ജീരകം ചേർത്തിട്ട് അരപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പോരാത്ത പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ കറി റെഡിയാവും. എന്തിനാ അതവിടെ തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ വെള്ളം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെന്തു കേട്ടോ. ഉപ്പൊക്കെ പാകലി നോക്കുക. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഇനി കറിയിലേക്ക് വറുത്തിടാം. ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തിട്ടുണ്ട്. നല്ല നിറം കിട്ടും കേട്ടോ. എരിവിനും അനുസരിച്ച് ചേർക്കുക. അപ്പോൾ നല്ല നിറം ഉണ്ടാവും കറിക്ക്. നിറും ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് ഉച്ചത്തെ കറിയും നമ്മൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂടെ പപ്പടവും അച്ചാറും പുളിയിഞ്ചിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ഇടണം. വീണ്ടും കാണാം. ബൈ ബൈ.